ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാജലുകളെയാണ് പരിചയപ്പെടുത്തിയത്. ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഐലൈനറുകൾ, എൻ്റെ കയ്യിൽ ഇപ്പം നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് നല്ല റിവ്യൂ ഉള്ള ഐലൈനറുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ ലാക്മേയുടെ പ്രോഡക്റ്റ് ആയിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ചില സമയത്തുണ്ട്, നമ്മൾ വിയർത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ പാട തൊലി ഉരിക്കത്തില്ലേ, അതേപോലെ ഇങ്ങനെ ഉരിഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നു. എല്ലാവർക്കും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ മാറ്റി പിടിച്ചത്. അതിനുശേഷം ഞാൻ ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. ഏകദേശം തീരാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, എത്രമാത്രം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ അറൗണ്ട് ഒരു 6 months ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസൈറ്റിൻ്റെ ഈ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ ഐലൈനർ എപ്പോൾ എടുക്കുമ്പോഴും ഇതിൻ്റെ ബ്രഷിൻ്റെ ലെങ്ത് ഒക്കെ അത്യാവശ്യം നമ്മൾ ബ്രഷിൻ്റെ ലെങ്ത് ഒക്കെ നോക്കണം. അപ്പോൾ ഇതിന് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്, നല്ലപോലെ ബ്രഷിന് നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ണൊക്കെ നല്ലപോലെ മുകളിലൊക്കെ വാലിട്ട് എഴുതാൻ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ നല്ലപോലെ പറ്റും. അതുപോലെ താഴെയൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് ഈ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഈ ഒരു ലിക്വിഡ് ഇറങ്ങാതെ ഇരിക്കാനും സഹായിക്കും. അപ്പം എപ്പോഴും ഏത് ബ്രാൻഡ് ആണെങ്കിലും അത് ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ആണ്. ഏത് ബ്രാൻഡ് എടുത്താലും അത്യാവശ്യം അതിൻ്റെ ഈ ഒരു ബ്രഷിൻ്റെ ലെങ്ത് ഒക്കെ നോക്കാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇൻസൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. കറക്റ്റാണ് കേട്ടോ, നല്ല വാട്ടർ പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ രാവിലെയൊക്കെ എഴുതിട്ട് പോവുകയാണെങ്കിൽ മഴയത്ത് നിൽക്കുവാണെങ്കിലും ഒലിച്ചൊന്നും പോകത്തൊന്നുമില്ല. സാധാരണയൊക്കെ ഇങ്ങനെ യക്ഷിയുടെയൊക്കെ കണ്ണിൽ നിന്നൊക്കെ രക്തം വാർന്ന് ഒഴുകുന്ന പോലെ ഇങ്ങനെ കറുത്ത രക്തം അങ്ങനെയൊക്കെ ഒഴുകും. ഭയങ്കര ബോറായിരിക്കും കാണാനും. പക്ഷേ ഇൻസൈറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒട്ടേറെ ആളുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതേവരെ ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻസൈറ്റ് നല്ലൊരു പ്രോഡക്റ്റാണ്. വേറെ ഞാൻ ഡാസ്ലറും ലാക്മയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെയല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ഐ പെന്ന്, ഇത് കാജലല്ല, ഐ പെന്നാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡാസ്ലറിൻ്റെ ഐ പെന്നാണിത്. ഈ ഒരു ഐ പെന്നും അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ബ്രഷാണ്. നമുക്ക് ഈ എൻഡിലൊക്കെ നല്ല സ്ട്രോക്സ് ഒക്കെ കൊടുത്ത് കണ്ണെഴുതുന്ന ആളുകൾക്ക് പറ്റുന്നൊരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഇങ്ങനെ കണ്ണെഴുതുമ്പോൾ ഈ ഐലിഡ് കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ എൻഡിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് മുകളിൽ നല്ലപോലെ സ്ട്രോക്ക് ഇട്ടാൻ കൊടുക്കാൻ പറ്റും. അതൊക്കെ സിമ്പിൾ ട്രിക്സ് ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ട്രിക്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഐലൈനറിനെ കുറിച്ച് ചോദിച്ച കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഓരോരുത്തരോട് എടുത്തെടുത്ത് പറയണ്ടല്ലോ എന്ന് കരുതി ഒറ്റ വീഡിയോ ആക്കിയാണ് ഞാൻ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് എൻ്റെ സജഷനിൽ ഉള്ളത്. ഐ